ഗായ്സ്, ഇറ്റ്സ് മീ വൈഗാസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജേർണൽ ചെയ്യാൻ പോവാണേ. എന്താ പറയുമ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അയ്യോ, സ്കൂൾ തുറക്കാൻ പോവല്ലേ, നല്ല സ്കൂൾ തുറക്കട്ടോ. അപ്പോൾ നമ്മൾ ജേർണലല്ലേ ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ജേർണൽ. അപ്പോൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നെങ്കിലും അതൊക്കെ സെറ്റാണ്. ഞാൻ ചിരിച്ച എന്താണെന്നോ, ഞാൻ വേറൊരു പേജാണ് എടുത്തത്. അത് വെറും കുളമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കാം. പിന്നെ നമ്മൾ പുതിയ ഈ ഒരു പേജ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ജേർണലുണ്ട്, ഞാൻ ആ നേരത്തെ കാണിച്ച ജേർണൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പറാണ്. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇന്നലെ പോയ സമയത്ത് നമ്മൾ വാങ്ങിച്ചതായിരുന്നു. അതായത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പറാണ് നമ്മൾ അതൊക്കെ വെച്ച് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കൂർത്തിരിക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് കയറി കളയണം. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മളിതിനെ നല്ല രീതിക്ക് കയറി പിന്നെ നമ്മളിതിനെ ചുരുട്ടി നല്ലൊരു ഇതാക്കി എടുക്കാം, നല്ല രീതിക്കൊന്ന് അമർത്തിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരിവാക്കിയിട്ട് നമുക്ക് സെറ്റാക്കി ഒന്ന് നിവർത്തി എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് നല്ലോണം പരത്തി കൊടുക്കാം. അപ്പം ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വിൻറ്റേജ് ജേർണൽ തീം പോലെയാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ആയിട്ട് ഒന്നുമില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതായിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കണം. ഈ ഒരു ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ നടുക്കായിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വലുതായിട്ട് തന്നെ ഒന്നും തീമില്ല, നമുക്ക് ഒട്ടിക്കാനായി എൻ്റെ ഈ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫെവിക്കോളാണ്. ഡൊമക്സിൻ്റെ ഫെവിക്കോളാണ്. ഫെവിക്കോൾ എന്ന് പറയുമ്പോൾ ഫെവിക്കോൾ അത് വേണ്ട. ഇന്ന് നമുക്ക് ഇതും വേണ്ട, ഇത് കൊള്ളത്തില്ല. പിന്നെ ഹൈലൈറ്റർ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് മറ്റേ സംഭവം എന്താണെന്ന് നോക്കിയാലോ. യെസ് ഗായ്സ്, ഫെവിസ്റ്റിക്ക്. അപ്പോൾ ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് ഫെവിസ്റ്റിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. മെയിന് നല്ല, അപ്പോൾ അതാകുമ്പോൾ നല്ല കട്ടിക്ക് ഒട്ടിയിരിക്കും. അപ്പം നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് ഒട്ടിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ല ഇനി എന്തോ ചെയ്യണം എന്നൊന്നും. പിന്നെ നമ്മൾ ഇതിലെടുത്ത് നമുക്കിത് ഹൈലൈറ്റർ എടുക്കാം. നമുക്ക് ഹൈലൈറ്റർ വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി. എനിക്ക് പിന്നെ പനിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാം കഥ ആയി ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തെടുത്ത് വെച്ചു. നമുക്ക് ഹൈലൈറ്റർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു വർക്ക് എങ്ങാണ്ട് ചെയ്യാം. ഹൈലൈറ്റർ പുതിയതാണ്, ഇന്നലെ പോയി വാങ്ങിച്ചതാണ്. എല്ലാ സംഭവങ്ങളും ഇന്നലെ പോയി വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് ഇന്നലെ പനിയായിട്ട് നമ്മൾ പോയതാണ്. പനി എന്ന് പറയുമ്പോൾ ചെറിയ ചുമയൊക്കെയാണ്. നമുക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്ത് വർക്ക് അപ്പോൾ അതെ, നമ്മളിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വര പോലെ ഇത് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഗായ്സ് ഞാൻ എല്ലാ ക്രാഫ്റ്റ് വർക്കും ചെയ്യുന്ന എൻ്റെ ഏരിയ. ഇത്ര അളിഞ്ഞടക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു രീതി. അതായത് മൊത്തം അളിഞ്ഞടക്കാണ്. പിന്നെ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളത് പറയണം കേട്ടോ. നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയണേ. കുറേ 4 പൂച്ചക്കുട്ടികളൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ ഇതിനകത്ത് 2 പേന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ ഒരു പേനയാണ് എടുക്കുന്നത്. ഒരു പേന പെൻസിലുണ്ട്, 2 പേനയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. നമ്മൾ ജൂൺ 1 ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജൂൺ 1 തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. പുതിയ പേനയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ജൂൺ 1 അതൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പേനെന്ന് പറയുമ്പോൾ യൂണിമാക്സിൻ്റെ ബ്ലാക്കാണ്, ജെൽ പേനയാണല്ലോ. അതാകുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് നല്ല വൃത്തിക്കൊക്കെ ഇരിക്കും. പക്ഷെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് മങ്ങിയൊക്കെ പോവും. അതുകൊണ്ട് തന്നെ പക്ഷെ കുഴപ്പമില്ല. ഞാൻ എന്തായാലും തിരിച്ച് പൗച്ചിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സൈഡിൽ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ സൈഡിൽ വർക്ക് ചെയ്യാൻ ഞാനും അമ്മയും കൂടെ ബസ്സിൽ പോയപ്പോഴുള്ള 2 ടിക്കറ്റ് കിട്ടി. അപ്പം നമുക്കത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒന്ന് മേളിലും ഒന്ന് താഴെയായിട്ട് നമുക്ക് സെറ്റായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ ഫെവിസ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിസ്റ്റിക്ക് നമ്മൾ മറ്റേ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും എടുത്തു. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ ഫെവിസ്റ്റിക്കൊക്കെ എടുത്ത്, എനിക്ക് പനിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര മൂക്കിതാണ്. അപ്പം
നമ്മൾ ഫെവിസ്റ്റിക്ക് എടുത്ത് നോക്കിയപ്പോൾ ഇതാ ഇറങ്ങിയായിരുന്നു. എനിക്കത് ഒറ്റ കയ്യിലുള്ള ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ സ്റ്റിക്ക്, പിന്നെ ഒരു കാക്കിയൊക്കെ അല്ലേ ഗൈസ്, കൊള്ളാമോ? ഇനി നമുക്ക് ഇപ്പോഴത്തെ സാധനം ഒന്ന് സെറ്റാക്കാമേ. തിരിച്ചൊക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. ഒട്ടിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ഇനിയും എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ.